സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ റിമാൻഡിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുരുക്ക് കൂടുതൽ മുറുക്കി പോലീസ്. സെക്രട്ടേറിയറ്റ് സമരക്കേസിന് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിനെതിരായ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുലിനെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്നു. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എന്നാണ് വിവരം. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കിയിട്ടുണ്ട്. പൂജപ്പുര ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ അഡ്മിഷൻ സെല്ലിൽ നിന്ന് സെല്ലിലേക്ക് മാറ്റി. 25 റിമാൻഡ് തടവുകാർ ഇവിടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കാൻ തന്നെയാണ് പോലീസും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി വോട്ടെടുപ്പ് നടന്നപ്പോൾ പലർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകി എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. ആ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എത്തുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കാനുള്ള തീരുമാനമാണ് സർക്കാരും പോലീസും എടുക്കുന്നതെന്ന് വ്യക്തമായി. പോലീസ് ശക്തമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് സമരക്കേസിന് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കേസും സജീവമാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് വലിയ കോളിളക്കം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അനാവശ്യമായ അറസ്റ്റായിരുന്നു അതെന്ന് യൂത്ത് കോൺഗ്രസും ഒക്കെ ആരോപിച്ചു. നഗരങ്ങൾ, കേരളത്തിലെമ്പാടുമുള്ള നഗരങ്ങൾ യുദ്ധക്കളമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച്. തലസ്ഥാനത്ത് വലിയ ഏറ്റുമുട്ടൽ തന്നെ നടന്നു പോലീസും സമരക്കാരും തമ്മിൽ. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് സതീശനും കെ സുധാകരനും ഒക്കെ രംഗത്തുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഭവത്തിൽ ഈ കോൺഗ്രസ് വിഭജിച്ചു നിന്ന അല്ലെങ്കിൽ വിഘടിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നാകുന്ന ഒരു കാഴ്ച കണ്ടു. കോൺഗ്രസ് ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് എത്തി. അവർ സമരങ്ങൾ സംഘടിപ്പിച്ചു. സാധാരണ കോൺഗ്രസ്സുകാർ ഒരു കാര്യത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാറില്ല. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് തന്നെയാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. രാഹുലിനെ അകാരണമായി അറസ്റ്റ് ചെയ്തു എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മാത്രമല്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്ത കൺട്രോൾമെൻറ്റ് CI ഷാഫി സുഗുണിനെതിരെ ശക്തമായ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് വിളിച്ചു. ശക്തമായ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് വിളിക്കുകയും പോലീസുമായി ഇന്നലെ ഏറ്റുമുട്ടുകയും ചെയ്തു തലസ്ഥാനത്ത് വെച്ച്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കുരുക്ക് മുറുകുമ്പോൾ അത് അഴിക്കാൻ കോൺഗ്രസും രംഗത്ത് എത്തിയിരിക്കുന്നു. സർക്കാർ വളരെ വിദഗ്ധമായി രാഹുലിനെ കുടുക്കി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. രാഹുലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന രീതി കേരളം കണ്ട് ലജ്ജിച്ചു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് രീതി കാടത്തമാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്.